വിലായത്ത് ബുദ്ധ പൃഥ്വിരാജിൻ്റെ ഇന്ന് റിലീസായൊരു പൃഥ്വിരാജിൻ്റെ കാരിയറിലെ നല്ലൊരു ഫിലിമാണ് കേട്ടോ വിലായത്ത് ബുദ്ധ. നല്ല ഡെഡിക്കേഷനാണ് പൃഥ്വിരാജിന്, നല്ല ഡെഡിക്കേഷൻ. അങ്ങനെ കുറേ മറയൂരിലെ കുറേ നല്ല കാഴ്ചകൾ കാണിക്കുന്നുണ്ട്. ശരിക്കും വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ ഒരു നോവലിൻ്റെ ഒരു മൂവി അഡാപ്ഷനാണ് ശരിക്കും നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് അവർ ചെയ്തേക്കണ സംഭവം. സമയം നല്ല ദൈർഘ്യമായിട്ട് നീട്ടി നമ്മൾ ചെറുതായിട്ട് ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു നോവലിനെ ആസ്പദമാക്കി ചെയ്തതിൻ്റെ പുറത്തായിരിക്കാം ഇത്ര ടൈം അധികം വന്നത്. ആക്ഷൻ സീനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജ് ഒരു രക്ഷയില്ല, അഴിഞ്ഞാടുകയാണ്, അടിപൊളി സീനുകളാണ്. പൃഥ്വിരാജ് ഫാൻസിന് നല്ലൊരു ട്രീറ്റാണ് അദ്ദേഹം തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് ജെക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല കേട്ടോ. BGM എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്താണ് ഈ കാട്ടിക്കൊണ്ടത് നമുക്കറിയാം. ഓരോ സിനിമയ്ക്കും വേണ്ടിയിട്ട് അയാളിങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. ഡയലോഗിൻ്റെ ഒക്കെ മേലിലാണ് ചില സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് നമ്മളിങ്ങനെ ത്രസിപ്പിക്കുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെമീത്തിലൊക്കെ എൻ്റെ പൊന്നു മക്കളെ ഒരു രക്ഷയില്ല. എന്താ അതിന് പറയണതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ഇതാരാണ്, തിലകൻ സാറാണെന്നൊക്കെ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ കിട്ടും. ചില സമയത്ത് പൃഥ്വിരാജായിട്ടുള്ള സീനുകളിലൊക്കെ ലീഡ് ചെയ്യണത് ശരിക്കും ഷമീർ തിലകനാണെന്ന് നമുക്ക് ഡൗട്ട് അടിച്ചു. കാരണം ലീഡ് ചെയ്യാൻ ഡൗട്ട് അടിക്കാനല്ല, ശരിയാണത്. പിന്നെ അതിനകത്തുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറയൂരിലെ ഒരു മലമുകളിൽ ഒരു ആശാരിയും കൊള്ളക്കാരനായ ശിഷ്യനും തമ്മിൽ ഒരു അപൂർവ ചന്ദനമരത്തിന് വേണ്ടി നടത്തുന്നൊരു യുദ്ധം ആണ് ഇത് ശരിക്കും നമുക്ക് കാണിക്കണത്. യുദ്ധമുണ്ട്, അതിനകത്ത് ചന്ദനമരത്തിൻ്റെ അതിനകത്ത് വേറൊരു കഥകളുണ്ട്, അയാളുടെ കുറേ ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഇതൊക്കെയാണ് ചന്ദനമരത്തിന് വേണ്ടി മാത്രമല്ല, ബേസായിട്ടൊരു ചന്ദനമരം എന്ന് മാത്രമേ ഉള്ളൂ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു വൃക്ഷം. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണുള്ള വീഡിയോയുണ്ട്. പിന്നെ ഇതിനകത്തുള്ള സംഭവം വെച്ചിട്ട് പ്രണയമുണ്ട്, നിസ്സാവസ്ഥയുണ്ട്, അധികാരമുണ്ട്. പ്രണയമൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രണയത്തിന് ഭയങ്കര വ്യത്യസ്തതയുണ്ട് ഈ പടത്തിൽ. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തീവ്രമായൊരു പ്രണയമുണ്ട്. ആ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രണയിനിക്ക് ശരിക്കും അയാളോട് തോന്നുന്ന പ്രണയത്തിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രണയമാണ് അത് കാണിക്കുന്നത്. ഒരു സാധാരണ ഒരു പ്രണയമല്ല അതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെ കുറേ സംഭവമുണ്ട്. ആക്ഷൻ സീനൊക്കെ ഭയങ്കര രസമാണ്. ക്ലൈമാക്സൊക്കെ ഒരു രക്ഷയില്ല, പൃഥ്വിരാജ് അഴിഞ്ഞാടുകയാണ്. മാസ് എൻ്റർടൈൻമെൻറ്റും പ്രതീക്ഷിച്ചിട്ടൊന്നും ആരും തിയേറ്ററിലോട്ട് പോകണ്ട. ഒരു നല്ലൊരു ആവറേജ് ക്ലാസ് മൂവി. അത് സംവിധാനം നല്ല രീതിക്ക് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും വിലായത്ത് ബുദ്ധ അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക.